ഏക സിവിൽ കോഡ്, ഫലസ്തീൻ, CAA, ദേശീയ അന്തർദേശീയ വിഷയങ്ങളിൽ കോൺഗ്രസ് ചിന്തിച്ചു തുടങ്ങുമ്പോഴേക്കും കളത്തിലിറങ്ങിക്കഴിഞ്ഞിരുന്നു CPM. ന്യൂനപക്ഷ സംഘടനാ നേതാക്കളെ വേദിയിൽ അണിനിരത്തി സമ്മേളനങ്ങൾ നടത്തി. സമസ്തയുമായി നേരിട്ട് കൈകൊടുത്ത് ലീഗ് വോട്ട് ബാങ്കിലേക്ക് ഇറങ്ങി. വഖഫ് ബോർഡ്, പാഠ്യപദ്ധതി ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സമസ്തക്ക് വഴങ്ങി നിലപാടുകൾ തിരുത്തി. മുസ്ലിം ലീഗിന് പോലും ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകി CPM സമുദായത്തിന് സൗഹൃദ സന്ദേശം നൽകി. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതൊന്നും വോട്ടായി മാറിയില്ല. മലപ്പുറത്തും പൊന്നാനിയിലും ലീഗിന് റെക്കോർഡ് ഭൂരിപക്ഷം. ആ യോഗങ്ങളിലൊക്കെ മോദിക്കെതിരെയല്ല സംസാരിച്ചത്, അല്ലെങ്കിൽ നെതന്യാഹുവിനെതിരെയല്ല സംസാരിച്ചത്. അദ്ദേഹം സംസാരിച്ചത് ഇവിടെയൊക്കെ രാഹുൽ ഗാന്ധിക്കെതിരെയാണ്. അപ്പോൾ സാധാരണ ജനങ്ങൾ മനസ്സിലാവില്ല, അദ്ദേഹം ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് നടത്തുന്ന ഒരു പ്രകടനമാണ് എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞ് കൃത്യമായി അദ്ദേഹം സ്ഥലത്തൊക്കെ നിങ്ങൾ നോക്കിക്കോ, വോട്ട് ഇരട്ടിയായിട്ടുണ്ട്. BJP അജണ്ടയെ ചെറുക്കാൻ ഇടതുപക്ഷത്തിന് വോട്ടെന്നായിരുന്നു പ്രചാരണം. പക്ഷേ കേരളത്തിലെ BJP വിരുദ്ധ പ്രചാരണം പലപ്പോഴും ഇന്ത്യ സഖ്യത്തിലെ പ്രധാന കക്ഷിയായ കോൺഗ്രസിനെതിരായി മാറി. ഒപ്പം ഭരണവിരുദ്ധ വികാരവുമായപ്പോൾ മറ്റെല്ലാം അതിന് താഴെയായി. ന്യൂനപക്ഷ വോട്ടുകൾ നേടാനുള്ള ശ്രമം ഭൂരിപക്ഷ വോട്ടുകളിൽ വിള്ളലുണ്ടാക്കിയോ എന്നും CPM ആശങ്കപ്പെടുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ട് കണക്കുകൾ ന്യൂനപക്ഷ വിഷയങ്ങളിൽ CPM സമീപനത്തിൽ മാറ്റമുണ്ടാക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത്. മുഹമ്മദ് ഷഹീദ്, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.